ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്ലാൻ നഴ്സറിയിൽ പോവാണ്. നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ നമുക്കൊരു വലിയ ബാൽക്കണിയാണ് കിട്ടിയത്. അപ്പോൾ അവിടെ കുറച്ച് ചെടികൾ വാങ്ങി വെക്കാമെന്ന് ഓർത്ത് നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് കണിക്കൊന്നയാട്ടോ റോഡിൻ്റെ സൈഡിൽ കാണുന്നത്. ഇത് നമ്മുടെ വിഷുവിൻ്റെ ടൈം മുതലേ കണിക്കൊന്ന ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വിഷുവിൻ്റെ ടൈമിൽ ആൾക്കാർ പാർക്കിലൊക്കെയുള്ള കണിക്കൊന്നയിൽ വന്ന് പൂവടർത്തി കൊണ്ടുപോകുന്ന നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ നമ്മുടെ നാട്ടിനെക്കാട്ടിലും ഒത്തിരി കണിക്കൊന്ന ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാണ് ഒരു നഴ്സറി കണ്ടുപിടിച്ചത്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത് കേട്ടോ. പക്ഷെ നമ്മൾ കാറൊക്കെ നിർത്തി നഴ്സറിയുടെ അകത്ത് കയറിയപ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇത്തിരി ചെടികൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തു വേറെ എങ്ങോട്ടെങ്കിലും ഈ നഴ്സറി മാറ്റിയതായിരിക്കും എന്ന് ഓർത്തു. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തൊരു നഴ്സറി ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്കാട്ടോ പോയത്. കണ്ടു, ഇതാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഫസ്റ്റ് നോക്കി പോയ നഴ്സറി ആട്ടോ. ഇതിൻ്റെ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളിൽ ചെടികൾ കാണുമെന്ന് കരുതി നമ്മൾ അകത്ത് കയറിയതാണ്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചെടികളൊക്കെ അവിടെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. മര്യാദയ്ക്ക് വെള്ളമൊന്നും ഒഴിക്കാത്ത ആളും ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയപ്പോൾ കണ്ട നഴ്സറി. ഇത് അത്യാവശ്യം വലിയ നഴ്സറി ആയിരുന്നു കേട്ടോ. ഒത്തിരി ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന എല്ലാ ചെടികളും അവിടെ നമ്മൾ കണ്ടു കേട്ടോ. ഇവിടെ ഈ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിരിക്കുന്ന ചെടിയൊക്കെ വൻതിറത്തിൻ്റെ ചെടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റീസ് ഓഫ് ചെടികൾ നമ്മളിവിടെ കണ്ടു. ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൽമരം, അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നമ്മളിവിടെ കണ്ടു കേട്ടോ. പക്ഷെ നമ്മൾ ഇത്തിരി ചെടിയെ വാങ്ങിയുള്ളൂ. ജസ്റ്റ് നമ്മളവിടെ ഇപ്പോൾ സമ്മറും കൂടെ അല്ലേ, അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ചെടി പിടിക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് ബാക്കി വാങ്ങാൻ നോർത്തു. അപ്പോൾ നമ്മൾ കുറച്ച് ചെടികൾ മാത്രമേ നമ്മൾ വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ കടയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി ചെടി വാങ്ങണമെന്ന് തോന്നി കേട്ടോ. പക്ഷെ എല്ലാം കൂടെ വാങ്ങിക്കൊണ്ട് പോയിട്ട് വാടിപ്പോയാലും പ്രശ്നമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത്തവണ കുറച്ച് ചെടികൾ മാത്രം വാങ്ങാൻ നോക്കും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഓറഞ്ച്. ഇതിന് പക്ഷെ പുളിയാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് മുല്ല, നമ്മുടെ നാട്ടിലുള്ള മുല്ല, സെയിം മുല്ലയാണ്. മുല്ലയ്ക്ക് 15 ദിറംസാണ്. നമ്മൾ മുല്ല വാങ്ങി കേട്ടോ. കാരണം നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ മുല്ലപ്പൂവിൻ്റെ നല്ല മണമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ മുല്ല വാങ്ങി. ഓറഞ്ചിൻ്റെ തന്നെ പല വെറൈറ്റീസ് ചെടി നമ്മളവിടെ കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ചെറിയ പുളിപ്പുള്ള ഓറഞ്ച്, കുഞ്ഞ് ഓറഞ്ച്. അതുപോലത്തെ ഓറഞ്ചൊക്കെ ഒത്തിരി പല വെറൈറ്റി ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ തന്നെ പല ടൈപ്പ്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന വലിയ നാരങ്ങയിൽ കറിയൊക്കെ വയ്ക്കുന്ന, അച്ചാറിടുന്ന നാരങ്ങ, അതുപോലെ ചെറിയ നാരങ്ങ, അങ്ങനെ പല ടൈപ്പ് ഓഫ് നാരങ്ങ നമ്മളവിടെ കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ കുറ്റിക്കാട്ടിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ പുല്ല്, അങ്ങനത്തെ അതൊക്കെ അവിടെ ചെടിയായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റോഡുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒന്നും നോക്കാതെ പറിച്ചു കളയുന്ന പുല്ലൊക്കെ ഇവർ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതവർ വെട്ടി നല്ല വൃത്തിക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നും. അപ്പോൾ നമ്മളോർക്ക് നമ്മുടെ നാട്ടിൽ ആ പുല്ല് പിടിച്ച് കിടന്നതാണോ ഇതെന്ന് നമുക്കൊരു അത്ഭുതം തോന്നും പെട്ടെന്ന് കാണുമ്പോൾ. അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഇവർ ഓരോ റോഡും അതൊക്കെ വൃത്തിയായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൽമരം, അത് ഇവർ വെട്ടി നിർത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ആൽമരം നമുക്കറിയാം നല്ല ഹൈറ്റിൽ പൊങ്ങി പോകുന്ന മരമല്ലേ, നല്ല വലിയ വൃക്ഷമാവുന്നതല്ലേ. അപ്പോൾ അത് ഇവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു വാഴ ടൈപ്പ്, നമ്മുടെ നാട്ടിലെ വാഴയല്ല, ഒരു വാഴ പോലെ ഉള്ളൊരു ചെടിയാണ്. പിന്നെ നമ്മൾ നാട്ടിൽ കാണാത്ത ഇത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് നാട്ടിൽ ഇങ്ങനത്തെ ചില ചെടികളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്ത കുറച്ച് ചെടികളൊക്കെ നമ്മളിവിടെ കണ്ടു. പിന്നെ ഇത് ക്യാക്ടസ് ഒക്കെ നമ്മൾ നാട്ടിൽ കാണുന്നതാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. മുല്ല, അതുപോലെ ബൊഗെയിൻവില്ല വാങ്ങി. പിന്നെ കുറച്ച് വൻതിറത്തിൻ്റെ ചെടികൾ അത് വാങ്ങി. പിന്നെ നമ്മുടെ 10 മണിച്ചെടി 4 മണിച്ചെടി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറച്ച് ചെടികളും ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയുള്ളൂ. അതായത് വീട്ടിൽ പോയി വെച്ച് നോക്കിയിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങാമെന്ന് ഓർത്തു. പിന്നെ ഇപ്പോൾ സമ്മറും കൂടെ ആയതുകൊണ്ട് പിടിക്കാൻ പാടായിരിക്കും, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ ഒത്തിരി ചെടികളും പൂക്കളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് ഓർത്തു. പിന്നെ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നോക്കി. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് പതുക്കെ കുറച്ച് വാങ്ങാമെന്ന് ഓർത്തു. പിന്നെ മണി പ്ലാന്റൊക്കെ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും മണി പ്ലാന്റൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് ഇവിടെ വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും അത്ര റേറ്റ് കൊടുത്ത് വാങ്ങണ്ടെന്ന് ഓർത്തു. നമ്മളത് സാധാരണ നമ്മൾ ചെടികളൊന്നും വാങ്ങിയില്ലെങ്കിൽ ഇതുപോലെ നഴ്സറിയിലൊക്കെ പോയി ഒത്തിരി ചെടികളൊക്കെ കാണുന്ന ഒരു സന്തോഷം തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എല്ലാ ചെടികളൊക്കെ കണ്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.